ഹലോ, ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട് പരിപാടി? ഇങ്ങോട്ട് പോന്നു. ഈ കാണുന്ന ആൾക്കാരെല്ലാം ഓടിക്കൂടുന്നത് എങ്ങോട്ടാണെന്നറിയോ? ഉത്സവപ്പറമ്പിലോ പള്ളിപ്പെരുന്നാളിലൊന്നുമല്ല. ഇതൊക്കെ നമ്മുടെ സംഘവും ബീച്ചിലോട്ട് പോകുന്ന. അവിടുത്തെ പ്രത്യേകത ഇന്ന് നേവിയുടെ ആയതുകൊണ്ട് നേവിയുടെ ഡെമോ കാണാൻ വേണ്ടി പോവുക. എയർ ഷോ ഉണ്ടെന്ന് പറഞ്ഞ് ഈ കാണുന്ന ആൾക്കാരെല്ലാം കൂടുന്നതൊക്കെ അതിന് വേണ്ടിയാണ്. അങ്ങനെ ഞാനും ഉണ്ട് ഈ ആൾക്കാരെ കൂട്ടത്തിൽ. അങ്ങനെ നമ്മൾ ഇവിടം തൊട്ടേ അങ്ങ് ശംഖുവും ബീച്ച് വരെ നടക്കാൻ തുടങ്ങി. നടക്കുന്ന ഇടയിലേക്ക് നല്ല നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ട് പോകുന്നത്. ഇത്രയും ആൾക്കൂട്ടം ഈ റോഡിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പള്ളിപ്പെരുന്നാൾ പോലും ഇത്രയും കൂട്ടം ഞാൻ കണ്ടിട്ടില്ല. ഓൾ സെയിൻസ് തൊട്ട് ശംഖുവും ബീച്ച് വരെ 2.5 കിലോമീറ്റർ ഉണ്ട്. പയ്യപ്പുഴ നടന്ന് അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. ബീച്ചിൽ ഇതിനേക്കാൾ നല്ല തിരക്കുണ്ടായിരുന്നു. ടിക്കറ്റ് എടുത്തവർ മാത്രമേ കയറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അവിടെ പോയപ്പോൾ അങ്ങനെയൊന്നുമല്ല, കഥ മാറി. എല്ലാവർക്കും കയറാമെന്നുള്ള രീതിയിലായി. ബീച്ച് സൈഡ് ഇറങ്ങാൻ പറ്റുമായിരുന്നു, എന്നാലും ഞാൻ മുകളിൽ നിന്നു കുറച്ചും കൂടെ വ്യൂ കിട്ടാൻ വേണ്ടി. പ്രധാന പരിപാടികളെല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നു. എന്നാലും വന്നതിലൊട്ടും നിരാശപ്പെട്ടില്ല. ഞാൻ കാണേണ്ട കാഴ്ചകളെല്ലാം കണ്ടു. പിന്നെ നമ്മുടെ ഇന്ത്യൻ നേവിയുടെ പരിപാടിയല്ലേ, അവർ അടിപൊളിയാക്കി നടത്തിയിട്ടുണ്ട്. അവരുടെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഓവറോൾ ഒരു നല്ല പരിപാടിയായിരുന്നു. പിന്നെ കുറച്ച് അവിടുത്തെ ആകാശ കാഴ്ചയും കണ്ട് കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ദേശീയഗാനവും കഴിഞ്ഞ് ഞാനിവിടെ തിരിച്ചപ്പോഴാണ് ഈ കഥയിൽ ഏറ്റവും വലിയ ടെസ്റ്റ്. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ വണ്ടി അങ്ങോട്ട് പോകാനേ പറ്റുന്നില്ല. ഇത്രയും തിരക്ക് ഞാൻ വിചാരിച്ചതേ ഇല്ല. ഇത്രയും ആൾക്കാർ ശംഖുവും ബീച്ചിലുണ്ടെന്ന് അപ്പോഴേ ഞാൻ വിചാരിച്ച്. പിന്നെ ബൈക്കിലായതുകൊണ്ട് കുറച്ചുകൂടെ തിരക്ക് ഫീൽ ചെയ്തു. കാരണം നടന്നു പോകുന്ന ആൾക്കാരും വണ്ടിയിൽ പോകുന്ന ആൾക്കാരും തിരക്കിട്ട് ഓടുന്നവർ എല്ലാവരും ഒരുമിച്ചായി. ഒരു അവിയൽ പരുവം പോലെ. അവിടെ നിന്ന് വല്ല തിരക്കെല്ലാം കഴിഞ്ഞ് ചാക്കയിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.